ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ഡിസംബറിൽ വരാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50 ഡേ ടൈം ടേബിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 42ാമത്തെ ദിവസമാണ്. ഇനി നമുക്ക് മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കേരളം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ചരിത്രവും ഭൂമിശാസ്ത്രവും അതുപോലെ തന്നെ ഇന്ത്യ ഭൂമിശാസ്ത്രം, ഭരണഘടന, പൊതുജനാരോഗ്യം ഒക്കെ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഒട്ടുമെടുക്കാത്തത് ഇന്ത്യ ചരിത്രത്തിൽ നിന്നുള്ള ടോപ്പിക്സാണ്. അപ്പോൾ നമ്മൾ ഇന്നോട്ട് ഇന്ത്യ ചരിത്രത്തിൻ്റെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു 4-5 വീഡിയോ ആയിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ ഇന്ന് എടുക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അതിൽ എല്ലാം കൂടി എടുക്കാനായിട്ട് പറ്റില്ല. നമ്മളിത് 2-3 വീഡിയോ ആയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് കംപ്ലീറ്റ് ആക്കുന്നത്. കാരണം ഒരുപാട് ഫാക്ട്സ് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ്. സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയ മുന്നേറ്റങ്ങളാണ് ഇന്ന് പറയുന്നത്. അതിന് തന്നെ ചിലപ്പോൾ 2 വീഡിയോ എടുക്കേണ്ടതായിട്ട് വരും. കാരണം ഒരുപാട് ഫാക്ട്സ് ഉണ്ട്. അതിൽ തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. SCRT ഫാക്റ്റിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം PDF നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവരെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, 1857 വിപ്ലവം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. ഏതാ? 1857 വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇതിനെ വിശേഷിപ്പിച്ചത്, ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഇതിനെ വിശേഷിപ്പിച്ചത് എന്തെന്നാ? ശിപ്പായി ലഹള എന്നാണ്. ശിപ്പായി ലഹള എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകാനായ കാരണങ്ങൾ ശരിക്കും എന്താണ്? ഈ സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിനെ ചൊല്ലിയിട്ടാണ് ഈ എന്തുണ്ടായിട്ടുള്ളത്? ഈ ലഹള ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ശിപ്പായി ലഹള എന്നും കൂടെ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. എന്നാണിത് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? എവിടെയാണ്? മീററ്റിലാണ്. 1857 മെയ് 10 വിത്ത് ഡേറ്റ് പഠിക്കണം. 1857 മെയ് 10 മീററ്റ്. ഇനി ഇതിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ. ഓക്കെ, ബഹദൂർ ഷായാണ്. ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. ഓക്കെ, അപ്പോൾ ഈ കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനോട് കലാപത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ കലാപകാരികളുടെ സമ്മർദ്ദത്താൽ നേതൃത്വം ഏറ്റെടുത്ത ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട്, അതോർത്തിരിക്കണം, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അതായത് ഷാഹിൻസാ-ഇ ഹിന്ദുസ്ഥാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിച്ച ആരെയാ? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. ഇനി ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്ത മുഗൾ ഭരണാധികാരിയുടെ സൈനിക ജനറൽ ആയിരുന്നു ഭക്ത് ഖാൻ. ഓക്കെ, അപ്പോൾ അവിടെ പഠിക്കേണ്ടത് എന്താ? ഏത് ഡേറ്റാണ്? 1857 മെയ് 10 മീററ്റിനാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനാണ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈനിക ജനറലായിരുന്നു ഭക്ത് ഖാൻ. ഇനി ഈ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത സ്ഥലമാണ് ഡൽഹി. പക്ഷെ ബ്രിട്ടീഷുകാർ വീണ്ടും ഈ ഡൽഹീനെ അവർ തിരിച്ച് പിടിക്കുകയുണ്ടായി. അപ്പോൾ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്തത് ഏതാ? ഡൽഹിയാണ്. അപ്പോൾ ഈ ഒരു ശിപ്പായി ലഹളയുടെ മുദ്ര, രഹസ്യ മുദ്ര എന്നറിയപ്പെടുന്നത് എന്താ? ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് ഇതിൻ്റെ രഹസ്യമുദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചപ്പാത്തി വിപ്ലവം എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാർ ഇതിനെ വിശേഷിപ്പിച്ചത് ചെകുത്താൻ്റെ കാറ്റ്, ഡെവിൾസ് വിൻഡ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതാണ്. ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നു, ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർ അതിനെ വിളിച്ചത് ചെകുത്താൻ്റെ കാറ്റ് അല്ലെങ്കിൽ ഡെവിൾസ് വിൻഡ് എന്നാണ്. ഇനി ഡൽഹിയിൽ ഇതിന് നേതൃത്വം നൽകിയത് ആരാ? ഭക്ത് ഖാനാണ്. ഇനി ഇതിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത സ്ഥലം ഡൽഹിയാണ്. ഇതിൻ്റെ രഹസ്യമുദ്ര ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. ഇത്രയും പഠിച്ചിരിക്കാം. ഇനി ഏറ്റവും കൂടുതൽ ഈ ഒരു വിപ്ലവം ഏറ്റവും കൂടുതൽ ഉണ്ടായ പ്രദേശം ഉത്തർപ്രദേശാണ്.
ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. എന്നാൽ ഇത് അധികം വ്യാപിക്കാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബും ബോംബെയും മദ്രാസുമാണ് കേട്ടോ. പഞ്ചാബ്, ബോംബെ, മദ്രാസ്. അതിനൊന്നും അത് അത്ര എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പഞ്ചാബ്, ബോംബെ, മദ്രാസ്. ഇനി നമ്മൾ പറഞ്ഞു വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുത്തു എന്ന്. പക്ഷേ ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്ന് തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശം ഏത് തന്നെയാണ്? ഡൽഹിയാണ്. വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുത്തെങ്കിലും ബ്രിട്ടീഷുകാർ വീണ്ടും വന്ന് എന്താണ് ഈ ഡൽഹി തിരിച്ചു പിടിച്ചു. അതായത് ഡൽഹിയിലെ വിപ്ലവം അവർ അടിച്ചമർത്തി. അപ്പോൾ ഡൽഹിയിലെ വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാരനാണ് ആര്? ജോൺ നിക്കോൾസൺ. ഡൽഹിയിലെ വിപ്ലവം അടിച്ചമർത്തിയിട്ട് ഡൽഹി വീണ്ടും വിപ്ലവകാരികളിൽ നിന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചു പിടിക്കുകയുണ്ടായി. അപ്പോൾ ഡൽഹിയിലെ വിപ്ലവം അടിച്ചമർത്തിയത് പഠിച്ചിരിക്കണം ജോൺ നിക്കോൾസൺ ആണ്. അദ്ദേഹമാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത്. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ജോൺ നിക്കോൾസൺ ആണ്. ജോൺ നിക്കോൾസൺ. ഇനി ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എങ്ങോട്ടേക്കാണ്? ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് രംഗൂണിലേക്കാണ്. രംഗൂണിലേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത്. ഇനി ആദ്യത്തെ രക്തസാക്ഷി, ഈ വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെയാണ് ഇതിലെ ആദ്യ രക്തസാക്ഷി. ഇനി കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നമ്മൾ പറഞ്ഞു ഡൽഹിയിൽ ഭക്ത്ഖാനാണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. താന്തിയ തോപ്പി, നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ് കാൺപൂരിലെ വിപ്ലവം നയിച്ചത്. അപ്പോൾ ഈ നാനാ സാഹിബ് എന്ന് പറയുന്നതാണ് ഈ 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ഈ നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം പഠിച്ച് വെക്കണം, ദോണ്ടു പന്ത് എന്നാണ്. ദോണ്ടു പന്ത്, ദോണ്ടു പന്ത് എന്നാണ് യഥാർത്ഥ നാമം. അതേപോലെ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താ ചോദിച്ചിട്ടുള്ളതാണ്? രാമചന്ദ്ര പാണ്ഡുരംഗ. രാമചന്ദ്ര പാണ്ഡുരംഗ. ഈ താന്തിയ തോപ്പി ആരായിരുന്നു? താന്തിയ തോപ്പി എന്ന് പറയുന്നത് നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നു. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയാണ് താന്തിയ തോപ്പി. ഇവർ രണ്ടുപേരുമാണ് കാൺപൂരിലെ വിപ്ലവം നയിച്ചത്. അപ്പോൾ ഈ വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. നാനാ സാഹിബിൻ്റെ ഒറിജിനൽ നെയിം ദോണ്ടു പന്ത് എന്നാണ്. താന്തിയ തോപ്പിയുടെ ആണെങ്കിലോ രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ്. ഇനി അതേപോലെ തന്നെ ഈ താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി, നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയാണ് താന്തിയ തോപ്പി. പക്ഷെ താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ചോദിച്ചിട്ടുള്ളതാണ് ആരാണ്? കോളിൻ ക്യാമ്പലാണ്. കോളിൻ ക്യാമ്പൽ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാ? നാനാ സാഹിബാണ് കേട്ടോ. നാനാ സാഹിബ് എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? മൂന്നാം നെപ്പോളിയൻ. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ഇനി 1859 കലാപശേഷം ബ്രിട്ടീഷുകാരെ ഈ നാനാ സാഹിബിനെ നാടുകടത്തിയത് നേപ്പാളിലേക്കാണ്. നേപ്പാളിലേക്ക് നാടുകടത്തി. നമ്മൾ നേരത്തെ പറഞ്ഞു ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് എങ്ങോട്ടേക്കാണ്? റംഗൂണിലേക്കാണ്. അത് പഠിച്ചിരിക്കണം. ഇത് നേപ്പാളിലേക്ക് നാടുകടത്തിയത് ആരാ? നാനാ സാഹിബാണ്. നാനാ സാഹിബിനെ നാടുകടത്തിയത് നേപ്പാളിലേക്കാണെന്നും കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള താന്തിയ തോപ്പിയുടെ ഒറിജിനൽ നെയിം നമ്മൾ പഠിച്ചു. താന്തിയ തോപ്പി വധിക്കപ്പെട്ട വർഷം ഓർത്തിരിക്കുക, 1859 പരാജയപ്പെടുത്തിയത് കോളിൻ ക്യാമ്പലാണ്. വധിക്കപ്പെട്ടത് 1859 വധിക്കപ്പെട്ടത്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് കേട്ടോ താന്തിയ തോപ്പി. ഗൊറില്ല യുദ്ധമുറ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗൊറില്ല യുദ്ധമുറ. അപ്പോൾ ഇത്രയെങ്കിലും ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തവരെ നമ്മൾ പറ്റി പഠിക്കണം. ഡൽഹിയിൽ നമ്മൾ പറഞ്ഞു ഭക്ത്ഖാനാണ്. അപ്പോൾ കാൺപൂരിൽ ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഇവരുടെ രണ്ടുപേരുടെ ഒറിജിനൽ നെയിം പഠിച്ചു വെക്കണം. ദോണ്ടു പന്തും ഇത് രാമചന്ദ്ര പാണ്ഡുരംഗയും. താന്തിയ തോപ്പി ശരിക്കും ആരായിരുന്നു? നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തി ആര്? കോളിൻ ക്യാമ്പിൽ. എന്നിട്ട് വധിച്ചത് 1859. ഇനി ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ് താന്തിയ തോപ്പി. പിന്നെ ഇത് ഈ വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. നേപ്പാളിലേക്കാണ് നാനാ സാഹിബിനെ നാടുകടത്തിയത്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? നാനാ സാഹിബ് തന്നെയാണ്. ഇനി ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത്, വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരാ? ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ ഒറിജിനൽ നെയിം എന്താ? മണികർണിക.
ഓക്കെ, മണികർണിക അല്ലെങ്കിൽ മനുഭായ് എന്നൊക്കെയാണ് വിളിക്കുക. മനുഭായ് അല്ലെങ്കിൽ മണികർണിക എന്നുള്ളതാണ് ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം. ഝാൻസിയിലെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ഝാൻസി റാണിയാണ്. ഇനി ഈ വിപ്ലവത്തിലെ 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണി അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, എന്താ? ചബേലി കേട്ടോ. ചബേലി എന്നറിയപ്പെടുന്ന വിപ്ലവകാരി കൂടിയാണ് ഝാൻസി റാണി. ഝാൻസി റാണി വധിച്ച വർഷം വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുള്ളതാണ് 1858 ജൂൺ 18-നാണ്. 1858 ജൂൺ 18-നാണ്. ആരാണ് വധിച്ചത്? ഹ്യൂഗ്രോസ് ആണ്. ഹ്യൂഗ്രോസ് ആണ് ഝാൻസി റാണിയെ വധിച്ചത്. അപ്പോൾ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതും ഹ്യൂഗ്രോസ് ആണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ്. എന്നാൽ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഝാൻസിയിൽ നേതൃത്വം വഹിച്ചത് ഝാൻസി റാണിയാണ്. മണികർണിക മനുഭായ് എന്നുള്ളതാണ് യഥാർത്ഥ നാമം. ചബേലി എന്നും അറിയപ്പെടുന്നുണ്ട്. ജവാൻ ഓഫ് ആർക്ക്, വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. വധിച്ചത് ഹ്യൂഗ്രോസ് ആണ് 1858 ജൂൺ 18-ന്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവുമാണ്. ഇനി കുതിരകൾ, ഝാൻസി റാണിയുടെ കുതിരകളാണ് ഏതൊക്കെ? ബാദലുണ്ട്, സാരംഗി, പവൻ. ഓക്കെ, ഇതിങ്ങനെ ചോദിക്കാനുള്ളതാണ് കേട്ടോ PSC. അപ്പോൾ ബാദൽ, സാരംഗി, പവൻ ഇത് പഠിച്ചു വെക്കണം. പക്ഷെ കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിര ബാദലാണ്. പിന്നെ സാരംഗിയും പവനും ഒക്കെ ഝാൻസി റാണിയുടെ കുതിരകൾ തന്നെയാണ്. ഇനി ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം എഴുതിയത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മഹാശ്വേതാ ദേവിയാണ് ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇനി ഈ ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്താണ് ഏതുള്ളത്? ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉള്ളത്. ഇനി അതേപോലെ തന്നെ INA-യുടെ വനിതാ വിഭാഗം, INA-യുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെൻ്റ് എന്നാണ്. ഝാൻസി റാണി റെജിമെൻ്റ് എന്നാണ് INA-യുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത്. അതും കൂടെ പഠിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കോളേജ്, ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്താണ്. ലക്ഷ്മിബായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, മറ്റേ നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തും ലക്ഷ്മിബായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ്? അത് ചോദിച്ചിട്ടുള്ളതാണ് ഗോളിയോറുമാണ്. ഗോളിയോറിലാണ് എന്തുള്ളത്? ലക്ഷ്മിബായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇനി ഓരോ സ്ഥലങ്ങളും അവിടെ ഈ വിപ്ലവം നയിച്ചവരുടെ പേരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിച്ചു വയ്ക്കണം. ബീഹാർ അല്ലെങ്കിൽ ആരയിൽ കൺവർ സിംഗ് ആണ്. ആസാമിലെ ദിവാൻ മണിറാം. മീററ്റ് കദം സിംഗ് ആണ്. ലക്നൗ, ആഗ്ര, ഔദിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയാണ്. ഇനി ബറേലിയിലെ ഖാൻ ബഹദൂർ ഖാനാണ്. മധുരയിലെ ദേവി സിംഗ്. ഹരിയാന റാവു തുലറാമാണ്. അലഹബാദ് ലിയാഖത്ത് അലി. അപ്പോൾ ഇതിൽ ബീഹാർ ചോദിച്ചിട്ടുള്ളതാണ് ആരാണ്? കൺവർ സിംഗ് ആണ്. ലക്നൗ എപ്പോഴും ചോദിക്കുന്നതാണ്, ലക്നൗവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദ് ചോദിക്കാറുണ്ട്, മൗലവി അഹമ്മദുള്ളയാണ്. അതേപോലെ തന്നെ ഹരിയാന റാവു തുലറാം ഇതൊക്കെ പണ്ട് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കൂടെ പഠിക്കുക. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാനാണ്, ഇത് ചോദിച്ചിട്ടുണ്ട്. ബറേലി ഖാൻ ബഹദൂർ ഖാൻ. മധുര ദേവി സിംഗ്. അലഹബാദിലെ ലിയാഖത്ത് അലി. മീററ്റ് കദം സിംഗ്. ആസാമിലെ ദിവാൻ മണിറാം. ഇനി എന്തുകൊണ്ടായിരിക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടത്? അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലുള്ള പരാജയത്തിനുള്ള കാരണങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ വന്നാൽ എഴുതണം, ടെക്സ്റ്റിലുള്ളതാണ്. എന്താണ്? ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇതിന് ഉണ്ടായിരുന്നില്ല.
ഇനി കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ആർക്കുണ്ടായിരുന്നു? കമ്പനിക്കുണ്ടായിരുന്നു. കലാപകാരികളെ അപേക്ഷിച്ചിട്ട് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ആർക്കുണ്ടായിരുന്നു? കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. അതേപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാരെ സമരത്തിന് എതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. സമ്പന്നരായ നാട്ടുരാജാക്കന്മാരെ കമ്പനിക്കാണ് പിന്തുണ നൽകിയിരുന്നത്. അപ്പോൾ ഈ ഓരോ പോയിന്റും നിങ്ങൾ ജസ്റ്റ് ആ കീവേഡ് വെച്ചൊന്ന് ഓർത്തിരിക്കുക, കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും. ഓക്കെ, ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. അപ്പോൾ ഇത് രൂപീകരിച്ചത് ആരാണ്? A.O. ഹ്യൂമാണ്. ഓക്കെ, A.O. ഹ്യൂം ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ സ്ഥാപകൻ A.O. ഹ്യൂമാണ്. അപ്പോൾ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ഒത്തുകൂടിയിരുന്നു. അപ്പോൾ INCയുടെ ആദ്യ സമ്മേളനം നടന്നാൽ ചോദിക്കണേ, ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. എത്ര പേര് പങ്കെടുത്തു? 72 പേര് പങ്കെടുത്തു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 72 പേരാണ് പങ്കെടുത്തത്. ചോദിച്ചിട്ടുണ്ട് എത്ര പേരാന്നുള്ളത്. ഇനി അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. ഇനി ഇതിൻ്റെ അധ്യക്ഷൻ, ഈ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനെ പഠിച്ചു വയ്ക്കുക, WC ബാനർജിയാണ്. WC ബാനർജിയാണ് ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ INC രൂപീകരിച്ചത് 1885 ഡിസംബർ 28 ആദ്യ സമ്മേളനം. എവിടെയായിരുന്നു? ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. 72 പേരാണ് പങ്കെടുത്തത്. അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് A.O. ഹ്യൂമുമായിരുന്നു. ഇനി ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലെ സൗഹൃദബോധം വളർത്തുക. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു സൗഹൃദ ബോധം വളർത്തുക. അതുപോലെ തന്നെ ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ദേശീയ ബോധം വളർത്തുക. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തുക. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഇതേ ഈ വാക്കുകൾ പഠിച്ചു വയ്ക്കുക. ഇങ്ങനത്തെയൊക്കെ ചോദിക്കാറുണ്ട് കൊട്ടേഷൻസ് ഒക്കെ. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാ? WC ബാനർജിയാണ്. INCയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള WC ബാനർജിയുടെ വാക്കുകളാണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ബംഗാൾ വിഭജനം. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ബംഗാൾ വിഭജനം നടന്നത് 1905 ജൂലൈ 20 1905 ജൂലൈ 20 ബംഗാൾ ബംഗാൾ വിഭജിക്കപ്പെട്ടത്. എന്നാൽ ഈ ബംഗാളിനെ പറ്റിയിട്ട്, ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നതാണ് എന്ത്? ബംഗാൾ. അപ്പോൾ ബംഗാളിനെ വിഭജിച്ചത് 1905 ജൂലൈ 20 അതായത് വിഭജനം പ്രഖ്യാപിച്ച വർഷമാണ് കേട്ടോ. അതായത് പ്രഖ്യാപിച്ച വർഷമാണ്. അപ്പോൾ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരാ? കഴ്സൺ പ്രഭുവാണ്. ഇനി ബംഗാൾ വിഭജനം നിലവിൽ വന്നത്, ഇത് രണ്ടും പഠിക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. വിത്ത് ഡേറ്റ് പഠിക്കണം. 1905 വർഷം. ജൂലൈ 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു. അത് നിലവിൽ വന്നത് ഒക്ടോബർ 16 അത് നിലവിൽ വന്നത്. അപ്പോൾ ദേശീയ വിലാപ ദിനം കണ്ടോ, ദേശീയ വിലാപ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനം. അപ്പോൾ ഈ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു കേട്ടോ. ഈ സമയത്ത് പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. എന്നാൽ നിലവിൽ വരുമ്പോഴുള്ള വൈസ്രോയി ആരായിരുന്നു? നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻറ്റോ II ആയിരുന്നു. മിൻറ്റോ II ആയിരുന്നു നിലവിൽ വരുമ്പോൾ. പ്രഖ്യാപിച്ച വർഷവും ആ സമയത്തെ വൈസ്രോയുമാണ് ഇത് നിലവിൽ വന്ന വർഷവും, അതായത് വർഷം വിത്ത് ഡേറ്റും സമയത്തെ വൈസ്രോയുമാണ് ഇത്.
ഓക്കെ. ഇനി ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ആരായിരുന്നു? INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ആ സമയത്തെ INC പ്രസിഡന്റ് എന്ന് കൂടെ ഓർത്തിരിക്കുക. ഇനി ഈ ബംഗാൾ വിഭജനം നടന്നപ്പോൾ ആ വിഭജനത്തിനെതിരായിട്ട് ജനങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയാ? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു, അതേപോലെ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഇതിലെ അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് ജനങ്ങൾ ചെയ്തത്? പ്രതിഷേധ യോഗങ്ങൾ അവർ സംഘടിപ്പിച്ചു, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടയൊക്കെ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് കത്തിച്ചു, ഇനി സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനെ പ്രേരിപ്പിച്ചു, അതേപോലെ ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇനി ഈ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും, ബംഗാളിനെ രണ്ടായി വിഭജിച്ചല്ലോ. അപ്പോൾ ഈ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. അതായത് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. അപ്പോൾ ആ വേർഡുകളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. അതിലൂടെ ഒഴുകുന്ന രക്തമാണ് എന്ത്? ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ടാഗോർ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ വേർഡ്സ് തന്നിട്ട്. ഓക്കെ. അപ്പോൾ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകൾ പോലെയാണ്. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാ? ടാഗോറാണ്. അപ്പോൾ ഇനി ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വ്യക്തി, റദ്ദ് ചെയ്തത് 1911 ആ വൈസ്രോയി ഏതാ? ഹാർഡിഞ്ച് ആണ് കേട്ടോ. ഹാർഡിഞ്ച് സെക്കൻഡാണ്. അപ്പോൾ എല്ലാ വൈസ്രോയികളെയും ഓർത്ത് വയ്ക്കണം. പ്രഖ്യാപിച്ച സമയത്തും നിലവിൽ വന്ന സമയത്തും റദ്ദ് ചെയ്ത സമയത്തുമുള്ള വൈസ്രോയികളെ ഓർത്ത് വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇത് ടാഗോറാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ടാഗോർ ഈ ഒക്ടോബർ 16 ഉണ്ടല്ലോ, അത് നിലവിൽ വന്ന ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാനായിട്ട് പറഞ്ഞു. രക്ഷാബന്ധൻ ദിനം ഇതും ചോദിച്ചിട്ടുള്ളതാണ്. രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് ഒക്ടോബർ 16 അത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തു. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം 1905 ആരംഭിച്ചത് കേട്ടോ. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ്? 1905. ഇനി അതിൽ നമ്മളോട് ചോദിക്കാറുള്ളത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാണ്? VO ചിദംബരം പിള്ളയാണ്. VO ചിദംബരം പിള്ള. ഓക്കെ. VO ചിദംബരം പിള്ളയാണ് എന്ത്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി, തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയും VO ചിദംബരം പിള്ളയാണ്. VO ചിദംബരം പിള്ളയാണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്, കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാ? VO ചിദംബരം പിള്ളയാണ്. ഇനി ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ, ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ആരംഭിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ചത് ആരാണ്? പ്രഫുല്ല ചന്ദ്ര റായാണ്. പ്രഫുല്ല ചന്ദ്ര റായാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ആരംഭിച്ചത്. ഇനി സ്വദേശി സമരകാലത്ത് ഭാരത് മാത എന്ന ചിത്രം ഇത് ചോദിച്ചിട്ടുണ്ട്. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അഭനീന്ദ്രനാഥ ടാഗോറാണ്. അഭനീന്ദ്രനാഥ ടാഗോറാണ് സ്വദേശി സമരകാലത്ത് ഭാരത് മാത എന്ന ചിത്രം വരച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി സ്വദേശി മിത്രം എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? G. സുബ്രഹ്മണ്യ അയ്യറാണ്. സുബ്രഹ്മണ്യ അയ്യറാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി സൂററ്റ് പിളർപ്പ്. 1907 സൂററ്റ് പിളർപ്പ്. അതൊന്നുമില്ല, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടല്ലോ, അത് മിതവാദികളും തീവ്രവാദികളും എന്ന് പറഞ്ഞ് പിളർന്ന സംഭവം, പിരിഞ്ഞു. മിതവാദികളായിട്ടും തീവ്രവാദികളായിട്ടും. മിതവാദികളെന്നും അതുപോലെ തന്നെ തീവ്രവാദികളെന്നും രണ്ടായിട്ട്
പിളർന്ന ആ ഒരു INC സമ്മേളനമാണ് 1907. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു ഈ സൂററ്റ് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. അപ്പം മിതവാദികളിലും തീവ്രവാദികളിലും ഉൾപ്പെടുന്ന നേതാക്കളുടെ പേര് ചോദിക്കാറുണ്ട്. തീവ്രവാദികളുടെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആരൊക്കെയാണ്? ലാൽ, ബാൽ, പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ലാലാ ലജ്പത് റായ് ആണ്. ഇതാണെങ്കിൽ ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ. പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിപിൻ ചന്ദ്രപാലാണ്. ബിപിൻ, ഇത് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാലാണ്. ഇനി മിതവാദികളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. പിന്നെ ആരാണുള്ളത്? ഫിറോസ് ഷാ മേത്ത. അതേപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ട്. പിന്നെ ബദറുദ്ദീൻ തിയാബ്ജി. ഈ പേരുകൾ നോട്ട് ചെയ്യുക. കാരണം ഇത് ചോദിക്കാറുണ്ട്. താഴെ തന്നിട്ടുള്ള തീവ്രവാദികളിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ മിതവാദികളിൽ ഉൾപ്പെടാത്തത് ചോദിക്കുന്നതാണ്. അപ്പം മിതവാദികൾ ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി ഒക്കെയാണ്. തീവ്രവാദികളിൽ ഉൾപ്പെടുന്നവരാണ് ലാലാ ലജ്പത് റായും ബാലഗംഗാധര തിലകനും ബിപിൻ ചന്ദ്രപാലും. അപ്പോൾ ഇവരിങ്ങനെ പിളർന്നത്, ഇങ്ങനെ രണ്ടായി കോൺഗ്രസ് പിളർന്നത് 1907 അതിൻ്റെ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. ഇനി ഇവർ വീണ്ടും ഒന്നിച്ചു. പിളർന്ന ഈ കോൺഗ്രസ് വീണ്ടും ഒന്നിച്ചത് 1916 ലക്നൗ സമ്മേളനത്തിലാണ്. 1916 ലക്നൗ സമ്മേളനത്തിലുമാണ്. ഇനി ചോദിക്കാറുള്ളതാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1906 അതിന് വേദിയായിട്ടുള്ള നഗരം ആണ് ധാക്കയിലാണ് രൂപീകരിച്ചത്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ധാക്ക 1906. അപ്പോൾ അതിലുള്ള നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഇതിനുള്ളിലുണ്ടായിരുന്ന നേതാക്കളുടെ പേരാണ് ആഗാഖാൻ, നവാബ് സലീമുള്ള, മുഹ്സിൻ ഉൽ ഹക്ക്. ഓക്കെ. ഇനി ഗദ്ദാർ പാർട്ടിയാണ്. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് 1913 1913 ഇത് രൂപീകൃതമായത്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? USA സാൻ ഫ്രാൻസിസ്കോയിലാണ് കേട്ടോ. സാൻ ഫ്രാൻസിസ്കോ USA സാൻ ഫ്രാൻസിസ്കോയാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇതിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് സോഹൻ സിംഗ് ബക്കനെ ആയിരുന്നു. സോഹൻ സിംഗ് ബക്കനെ ആയിരുന്നു ഇതിൻ്റെ പ്രസിഡന്റ്. സെക്രട്ടറി ലാലാ സെക്രട്ടറി. ഇനി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്, അപ്പോൾ ഇത് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വയ്ക്കുക. ഇനി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916 1916 ഹോം റൂൾ പ്രസ്ഥാനം. ഇനി ഇതിൻ്റെ നേതാക്കൾ, ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപീകൃതമായിട്ടുള്ള ഹോം റൂൾ പ്രസ്ഥാനം. ശരിക്കും ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, ഹോം റൂൾ പ്രസ്ഥാനം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം അയർലാൻഡാണ് കേട്ടോ. ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്ന അയർലാൻഡാണ്. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. രണ്ട് നേതാക്കളാണ്. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകനും അതുപോലെ തന്നെ ആനി ബസന്റും. ആനി ബസന്റ്. അപ്പോൾ ആ ബാലഗംഗാധര തിലകൻ പൂനെ കേന്ദ്രീകരിച്ചിട്ടാണ്, അതായത് മഹാരാഷ്ട്രയിലെ പൂനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ആനി ബസന്റ് അടയാറിലാണ്. ആനി ബസന്റ് അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ഇനി ആനി ബസന്റ് എന്ന് വെച്ചാൽ ഐറിഷ് വനിതയാണ്. പക്ഷേ 1893 ഇന്ത്യൻ പൗരത്വം നേടി. 1993 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആര്? ആനി ബസന്റ്. അതും കൂടെ ഓർത്തിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഹോം റൂൾ പ്രസ്ഥാനം വന്ന വർഷം 1916. അതിൽ രണ്ട് നേതാക്കൾ, അവർ ഏതൊക്കെ റീജിയൺ ആണ് എന്നുള്ളത് നോക്കണം. പിന്നെ ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893. ഇനി നമുക്ക് പറയാനുള്ളത് 1917 ശേഷമുള്ള ഗാന്ധിജിയുടെ സമരങ്ങളെ പറ്റിയിട്ടാണ്. ചമ്പാരൻ സത്യാഗ്രഹം, അതുപോലെ തന്നെ അഹമ്മദാബാദ് മില്ല് സമരം, പിന്നെ അതുപോലെ തന്നെ നിസ്സഹരണ പ്രസ്ഥാനം, ചൗരി ചൗര, ജാലിയൻവാലാ ബാഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടെ നമുക്കിനി പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പോയിന്റ്സ്. ഇനി അതെന്ന് പറയുന്നത് 10th ഒരു CRTയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് 10th പ്രിലിമിനറിക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു വീഡിയോ, അതും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും. അപ്പോൾ അത് മറ്റൊരു വീഡിയോ ആയിട്ട്
ചെയ്യാം. അപ്പോൾ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ നമ്മുടെ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പാർട്ടും കൂടെ ഉണ്ടാവും, ഗാന്ധിജിയുടെ സത്യാഗ്രഹങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടും കൂടെ നമുക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ളതിൻ്റെ ഒരു വീഡിയോയും ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ നമുക്കൊരു 3 വീഡിയോ ആയിട്ട് വേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോയിലുള്ള പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും പഠിക്കുക. എല്ലാം പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതും SCRT-യിൽ ഉള്ളതുമായിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.